Prostate is always a disease of old age. Old age. Oh, right? okay. Only after 40 it's a natural phenomenon ആണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരുന്നത്. ചില ആൾക്കാർക്ക് കൂടുതൽ ഗ്രോ ആവും, ചില ആൾക്കാർക്ക് ഗ്രോത്ത് കുറവായിരിക്കും. പല ആൾക്കാരും ഗൂഗിളിൽ നോക്കിയിട്ട് പേടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. PSA എന്ന് പറയുന്നത് ഇറ്റ്സ് ഓർഗൻ സ്പെസിഫിക് ആണ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ക്യാൻസർ സ്പെസിഫിക്. ബട്ട് വെൻ ദർ ഇസ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഓൾ മെയിൽസ് ഇൻ ദറ്റ് ഫാമിലി എവറി ഇയർ വി നീഡ് ടു ഡു എ PSA, നീഡ് ടു ഡു എ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ. മെയിൻലി വിരൽ കൊണ്ട് പരിശോധിക്കേണ്ടി വരും. ഫീമെയിൽസ് യെസ് UTI is very common. Very common. Yeah. All urinary tract infection in males are called as complicated. UTI in males വരുവാണെങ്കിൽ most probably it must be prostate. കാരണം only 4 antibiotics ഈ ക്യാപ്സ്യൂളെ ക്രോസ് ചെയ്ത് ബാക്ടീരിയനടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഈ എൻലാർജ്മെന്റിനും ക്യാൻസറിനും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഓൺലി ബൈ എക്സാമിനേഷൻ. സോ എല്ലാവരും അതൊന്ന് കോഷ്യസ് ആയിരിക്കുക. മെയിൽസിൽ ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ must be evaluated. Extensively evaluated. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വൈറ്റൽ വോയിസസ് ബൈ SPM മെഡിഫുഡ് ഹോസ്പിറ്റൽ. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ നവീൻ, അവർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് സർജൻ അറ്റ് SPM മെഡിഫുഡ് ഹോസ്പിറ്റൽ. ഒരുപാട് പേര് പറഞ്ഞ് കേൾക്കാറുള്ള കുറേ ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോൾ യൂറിനേഷൻ ചെയ്യുമ്പോൾ ബ്ലാഡർ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് എംപ്റ്റി ആവുന്നില്ല, അല്ലെങ്കിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ സയൻസ് പറയുന്നുണ്ട്. ഇതൊരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെ സൈനായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിന്റെ സൈൻസും കാണിക്കുന്നത്? യെസ്, നിങ്ങൾ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഫ്യൂ സിംറ്റംസ് ഓഫ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ആണ്. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് പൊതുവെ നമ്മൾക്ക് ഓൾഡ് ഏജ് മെനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ യങ് ഏജിൽ ഇല്ല. കാരണം ഇറ്റ്സ് എ സെക്സ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ എൻലാർജ്മെൻറ്റ് സ്റ്റാർട്ട് ആവുന്ന ആഫ്റ്റർ 40-50 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എൻലാർജ്മെൻറ്റ് സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ടാണ് പൊതുവേ നമ്മൾ ഒരു 40-50 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ഈ സിംറ്റംസ് നമ്മൾ കാണുന്നത്. ആൻഡ് ഇത് മാത്രമായിരിക്കത്തില്ല സിംറ്റംസ്. മെയിൻ സിംറ്റം യൂറിൻ ഗണം കുറഞ്ഞു പോകുന്നതാണ് യൂഷ്വലി പറയുന്നത് ഒന്ന്. പിന്നെ വിട്ട് പോകും, മുറിഞ്ഞു പോകുന്ന ഫ്ലോ ആയിരിക്കും, ഒറ്റ ഫ്ലോ ഇല്ലാതെ മുറിഞ്ഞു പോകും. ദെൻ ദേ മേ നീഡ് ടു സ്ട്രെയിൻ സംടൈംസ് ഫുള്ളി എംപ്റ്റി ചെയ്യാൻ വേണ്ടി. നേരത്തെ ചോദിച്ച പോലെ കംപ്ലീറ്റ് എംപ്റ്റി ആയില്ലെന്ന് അറിയുമ്പോൾ അവർ സ്വന്തമായിട്ട് സ്ട്രെയിൻ ചെയ്യും. നമ്മൾ പലപ്പോഴും സ്ട്രെയിൻ ചെയ്യും, പക്ഷേ ആ സ്ട്രെയിൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രോം ദി സ്ട്രെയിനിങ് വിച്ച് ഇസ് ഹാപ്പനിങ് ആഫ്റ്റർ ദി പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. ഇത് അല്ലാതെ സ്റ്റോറേജ് സിംറ്റംസ് വരാം. സ്റ്റോറേജ് സിംറ്റംസ് പറയുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടെ യൂറിൻ പാസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് എംബറസിങ് മൂവ്മെന്റ് ആയിരിക്കും. എവിടെയെങ്കിലും പുറത്ത് പോകാൻ വിചാരിക്കുമായിരിക്കും, പുറത്ത് പോകാൻ തന്നെ മടിക്കും. കാരണം ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ തോന്നിയാൽ കൂടി അടിക്കടി യൂറിൻ പോകണമെന്ന് പറഞ്ഞിട്ട് യൂഷ്വലി ഏജ്ഡ് പേഴ്സൺസ് അവോയ്ഡ് ചെയ്യുമായിരിക്കും. പിന്നെ എർജൻസി, ചിലപ്പോൾ 1-2 തുള്ളി ലീക്ക് ആവും, അതും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോഷ്യൽ ലൈഫ് എഫക്ട് ചെയ്യുന്നുണ്ടല്ലേ? സോ വൺസ് ഇറ്റ് അഫക്ട്സ് ദ നോർമൽ ലൈഫ് സ്റ്റൈൽ it becomes a concern. Okay. So a concern we have to give them really അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്തുള്ള യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് സമീപിക്കണം. എന്നാലേ വി വിൽ ബി ഏബിൾ ടു ഡയഗ്നോസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം. വി നീഡ് ടു ഗിവ് അറ്റൻഷൻ ടു ദി ഓൾഡ് ഏജ് പീപ്പിൾ. ഈവൻ നമുക്ക് വരെ ഒരു ആങ്സൈറ്റി, ചെറിയ ഒരു യങ് ഏജിൽ തന്നെ ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, ഒരു എക്സാം ഉണ്ട്, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചുമ്മാ വെറുതെ ബാത്റൂമിലോട്ട് പോകും, പക്ഷേ ഒന്നും വരത്തില്ല, ഇത്തിരിയേ വരത്തുള്ളൂ. അത് സ്ട്രെസ് കൂടുമ്പോൾ തന്നെ അങ്ങനെ വരുന്നതാണ്. അത് യങ് ഏജിൽ. ഓൾഡ് ഏജിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഏജ് ആവുന്നതനുസരിച്ച് കുറച്ച് ഒരു ഓവർ ആക്ടിവിറ്റി ഓഫ് ദ ബ്ലാഡർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വൺസ് ഇറ്റ് അഫക്ട്സ് ദ lifestyle of the person, then it is definitely a concern. We have to find out, we have to rule out whether there is prostate disease or not. Okay. ചില ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറച്ച് സമയം, ഞാൻ 1-2 പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ എങ്ങനെ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് രാത്രിയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ മൂത്രം ഒഴിക്കാൻ എണ്ണിക്കുമെന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം ചോദിക്കും, പുള്ളി പറയും ഒരു 6-8 പ്രാവശ്യം എണ്ണിക്കുമെന്ന് പറയും. ഒരു മനുഷ്യന്, സരാസരി മനുഷ്യന് ആവശ്യമുള്ളത് ശരിക്കും ഒരു 6 മണിക്കൂർ സ്ലീപ്പിന് വെച്ച് കഴിഞ്ഞാൽ കൂടി if he gets up for 6-8 times, then means almost for around half an hour to 45 minutes he is getting up. Or each sleep നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ തന്നെ ഒരു half an hour, then that means that he is sleep deprived. ഈസ് നോട്ട് സ്ലീപ്പിംഗ് അറ്റ് ഓൾ. അത് ഇറ്റ്സെൽഫ് തന്നെ നമ്മുടെ ബ്ലാഡറിന്റെ ഫംഗ്ഷൻ തന്നെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി കൂടും, ഇറിറ്റേഷൻ വരും, സ്ട്രെസ് കൂടും, സോ മെനി ഇഷ്യൂസ് വിൽ ബി ദാറ്റ്. സോ ഇങ്ങനത്തെ സിംറ്റംസ് ഒന്നും നമ്മൾ ഒരു ഏജ്ഡ് പേഴ്സൺ ഒരു 40-50 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതൊരു നിസാറായിട്ട് വിടാൻ പാടില്ല. യു ഹാവ് ടു ഗെറ്റ് എവാലുവേറ്റഡ്. ഡോക്ടർ പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിന് റോൾ ഉണ്ടോ? ലൈക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്,
ഉറക്കത്തിന്റെ കുറവ്, അങ്ങനെ വേറെ എന്തെങ്കിലും ആൽക്കഹോളിക് യൂസ്, അങ്ങനത്തെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇതെല്ലാം അഡിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഓൾറെഡി പ്രോസ്റ്റേറ്റ് കൊണ്ട് സിംറ്റംസ് ഉണ്ടാവും. അതിനോടൊപ്പം അഡിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ലൈക്ക് യു സൈഡ് ആൽക്കഹോളിക് എടുക്കുന്നുണ്ട്. ആൽക്കഹോൾ ഇസ് എ ഡയൂറിറ്റിക്. അപ്പോൾ ഓൾറെഡി ഈസ് ഗെറ്റിംഗ് അപ്പ് സോ മെനി ടൈംസ് ഇൻ ദ നൈറ്റ്. വൈ ഈസ് ഗെറ്റിംഗ് അപ്പ് ഇൻ ദ നൈറ്റ്? ബിക്കോസ് ഓഫ് ദിസ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഇൻകംപ്ലീറ്റ് എംറ്റിങ് ഇരിക്കുന്നു. അപ്പോൾ ഇൻകംപ്ലീറ്റ് എംറ്റിങ് എന്ന് വെച്ചാൽ എന്താ? ഓൾറെഡി ഒരു 100-200 ml ഉണ്ടെങ്കിൽ കിഡ്നി ഈസ് ഗോയിങ് ടു കീപ്പ് ഓൺ പ്രൊഡ്യൂസിങ് ദ യൂറിൻ. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്ലീപ്പ്. So and in the night time usually kidney produces more urine. So what happens? It easily gets filled up, and every time he gets up and goes for voiding. Alcohol is a diuretic, caffeine, coffee is a diuretic. This all increases. You can നിങ്ങൾക്ക് നല്ല ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കോഫി കുടിക്കുന്ന ദിവസം നമ്മൾ യൂഷ്വലി കൂടുതൽ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യാൻ പോകും, ബിക്കോസ് ഇറ്റ് ഇസ് എ ഡയൂറിറ്റിക്. സോ ഇതെല്ലാം അഡിക്റ്റീവ് ഫാക്ടർ ടു ദി പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റും പ്രോസ്റ്റേറ്റ് ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതിനെ സാർ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Yes, as already told you, prostate is seen only in men. It's a 6 gland, right? സോ അതിൻ്റെ എൻലാർജ്മെൻറ്റ് വരുമ്പോൾ വരുന്ന സിംറ്റംസ് ആണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ എൻലാർജ്മെൻറ്റിനും ക്യാൻസറിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഓൺലി ബൈ എക്സാമിനേഷൻ. സിംറ്റംസ് മേ ബി സെയിം, ബട്ട് മോസ്റ്റ് കോമൺ വരുന്നത് ബിനൈൻ എൻലാർജ്മെൻ്റ് ആണ്. സോ അതിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലാന്ന് അറിയുന്നത് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻലാർജ്മെൻറ്റിലാണ് ഈ സിംറ്റംസ് കൂടുതൽ എന്ന് വെച്ചാൽ റീസൺ ഇസ്, അതിനെ പറഞ്ഞതുപോലെ ഈ ലെമണിനകത്താണ് ഒരു സ്ട്രോ ഇട്ടതുപോലെയാണ് നമ്മുടെ അനാറ്റമി ഇരിക്കുന്നത്, റൈറ്റ്? ബിനൈൻ എൻലാർജ്മെൻറ്റിൽ കൂടുതലും ഗ്രോത്ത് ഇൻവേർഡ്സ് ആയിരിക്കും, ദാറ്റ് ഇസ് സ്ട്രോനകത്ത് വളരുന്നത് പോലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഞാൻ പറഞ്ഞ എല്ലാ സിംറ്റംസും കുറച്ചുകൂടി ഏർലിയർ ആയിട്ട് കിട്ടും. പക്ഷേ ഈ മെലിഗ്നൻസിലെ പെരിഫറൽ സോണിലാണ് വരുന്നത്. പെരിഫറൽ സോൺ എന്ന് പറയുന്നത് ഈ ക്യാപ്സ്യൂൾ ആ ഏരിയയിലാണ്. അത് പെരിഫറലി ഗ്രോ ചെയ്യും, ഔട്ട്വേർഡ്സ് ആയിട്ടായിരിക്കും കൂടുതൽ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ സിംറ്റംസ് വരുന്ന ആളിന് ഉള്ള ക്യാൻസർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജ് ആയിരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ മൈൽഡ് സിംറ്റംസ് വരുമ്പോൾ തന്നെ, അതായത് ചെറിയ രീതിയിൽ ഒരു അർജൻസി അങ്ങനെയൊക്കെ ഏർലി സിംറ്റംസ് വരുമ്പോൾ തന്നെ എക്സാമിൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും ഈ ഓൾഡ് ഏജിലാണ് വരുന്നത്. അതിങ്ങനെ ഏജ് ഡിഫറൻസിയേഷൻ ഉണ്ടോ ഈ ക്യാൻസറിനെ സംബന്ധിച്ച്? യെസ്, പ്രോസ്റ്റേറ്റ് ഈസ് ഓൾവേസ് a disease of old age. Old age, right? okay. Only after 40 it's a natural phenomenon ആണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരുന്നത്. ചില ആൾക്കാർക്ക് കൂടുതൽ ഗ്രോ ആവും, ചില ആൾക്കാർക്ക് ഗ്രോത്ത് കുറവായിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസപ്റ്റർ സെൻസിറ്റൈസേഷൻ വെച്ചിട്ടാണ്. ഇത് ഈ പ്രോസ്റ്റേറ്റിന്റെ ഫീഡ് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്ട്രോൺ വെച്ചിട്ടാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. സോ ടെസ്റ്റോസ്ട്രോൺ ഇസ് നോട്ട് എവറി ടൈം ലൈക്ക് ലേഡീസിന് എങ്ങനെ ഹോർമോൺസ് ഉണ്ടോ അതുപോലെ ടെസ്റ്റോസ്ട്രോൺ മെയിൽസിൽ ഉണ്ടാവും. ടെസ്റ്റോസ്ട്രോൺ ഇല്ലെങ്കിൽ ഇതൊരു നോർമൽ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവില്ല. ലൈക്ക് ഇറ്റ്സ് നീഡഡ് ഫോർ എവറിത്തിങ്. നമ്മുടെ നോർമൽ ഇൻട്രസ്റ്റ്, നമ്മൾ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, നമ്മൾ ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ട്, നമ്മൾ ഒരു ടൂർ പോകണം, ഇങ്ങനെ ഈ ഇൻട്രസ്റ്റ് വരെ ബേസ്ഡ് ഓൺ ദ ടെസ്റ്റോസ്ട്രോണിൻ്റെ എഫക്റ്റ് അതിലുണ്ട്, റൈറ്റ്? അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലോ ഇല്ല പ്രോസ്റ്റേറ്റ് ഗ്രോത്ത് നമ്മൾ കുറയ്ക്കണമെങ്കിലും കൂടി ചെറുതാക്കണമെങ്കിൽ വി ഗിവ് മെഡിസിൻസ് ദാറ്റ് ടാർഗറ്റ്സ് ദ ടെസ്റ്റോസ്ട്രോൺ. ഇതിന്റെ സിംറ്റംസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെയും ക്യാൻസറിന്റെയും സിംറ്റംസ് രണ്ടും സെയിം പോലെ ആയിരിക്കും. നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു? സിംറ്റംസ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ചിലപ്പോൾ ക്യാൻസറിൽ സിംറ്റംസ് കുറവായിരിക്കും, ഓക്കെ. ബിനൈൻ എൻലാർജ്മെന്റിലായിരിക്കും കൂടുതൽ. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ഇൻവേർഡ് എൻലാർജ്മെന്റ് ബിനൈൻ ഗ്രോത്തിലും ക്യാൻസറിൽ ഔട്ട്വേർഡ് ഗ്രോത്ത് ആയിരിക്കും വരുന്നത്. ഈ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ എക്സാമിനേഷനിലാണ് കണ്ടെത്തുന്നത്. എങ്ങനെ എക്സാമിൻ ചെയ്യുന്ന വെച്ചാൽ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ചെയ്യും. പെർ റെക്ടലി നമ്മൾ പാൽപ്പേറ്റ്, അവിടെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആൻറ്റീരിയറിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വിരൽ വെച്ച് തന്നെ ഫീൽ ചെയ്യും എന്തെങ്കിലും നൊഡ്യൂൾസ് ഉണ്ടോ, ഇസ് ഇറ്റ് എ നോർമൽ ഒരു നോർമൽ പ്രോസ്റ്റേറ്റിൻ്റെ സെൻസേഷൻ തന്നെ ഉണ്ടോ, ഇല്ല എന്തെങ്കിലും ഡിഫറൻസ് നൊഡ്യൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാർഡായിട്ട് ഉണ്ടെങ്കിൽ നമ്മളതിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് സസ്പീഷ്യസ് ചെയ്യും. പിന്നെ ഉള്ളത് നമുക്ക് സ്ക്രീനിങ് ടൂൾ എന്ന് പറയപ്പെടുന്ന PSA. മോസ്റ്റ് ഓഫ് ദ ടൈം ഏജ്ഡ് പേഴ്സൺസിൽ നമുക്ക് സീറം PSA ചെയ്യും. PSA ഇസ് എ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. ആൻഡ് വൺസ് അഗൈൻ ഐ എം ടെല്ലിങ് എല്ലാവർക്കും ഞാൻ ക്ലിയർ ആയി, കാരണം പല ആൾക്കാരും ഗൂഗിളിൽ നോക്കിയിട്ട് പേടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. PSA എന്ന് പറയുന്നത് ഇറ്റ്സ് ഓർഗൻ സ്പെസിഫിക് ആണ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ക്യാൻസർ സ്പെസിഫിക്. ഈവൻ ഇൻ ബിനൈൻ എൻലാർജ്മെൻറ്റിൽ കൂടി PSAയുടെ വാല്യൂ കുറച്ച് കൂടുതലായിരിക്കും. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൂടുതലായിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിരിക്കും, സം മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാരിൽ PSA കൂടുതലായിരിക്കും. അതുകൊണ്ട് PSA കൂടുതലാണെന്ന് ആരും പെട്ടെന്ന് പേടിക്കരുത്. കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല, നോട്ട് എ കൺഫർമേറ്ററി ടെസ്റ്റ്, ഇറ്റ്സ് എ സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മാത്രം വെറും PSA വാല്യൂ മാത്രം മതിയാവില്ല. സോ ഈവൻ ഞാൻ പറഞ്ഞ പോലെ ഈവൻ ബിനൈൻ സാധാ ഗ്രോത്തിൽ കൂടി ഈ PSA കുറച്ച് റേസ് ആയിട്ട് വരാറുണ്ട്. സോ ഇഫ് യു ഹാവ് എ ബോർഡർ ലൈൻ, നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0 to 4 ആണ്. സപ്പോസ് അതിൽ നിന്ന് ഒരു ബോർഡർ ലൈനിൽ ഉണ്ടെങ്കിൽ നമ്മൾ വി ഡു PSA പ്രൊഫൈൽ.
PSA പ്രൊഫൈലിനോട് ചെയ്യും. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ദെൻ വി വിൽ ഗോ ഫോർ an MRI, right? So that's how we will find out anything is there as early as possible. If we get it, then we can even cure it completely. Okay, so by surgery. നമ്മളിപ്പോൾ ഇതിന് എന്തെങ്കിലും ഈ സ്ക്രീനിങ് ടെസ്റ്റിന് എന്തെങ്കിലും ക്രൈറ്റീരിയ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട് നമ്മളിത് റെഗുലർ ചെക്കപ്പ് അല്ലെങ്കിൽ റെഗുലർ സ്ക്രീനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയുന്നത്? All males after 40, 50, 40 or 45 years, every year check ചെയ്യുമ്പോൾ PSA value and basic ultrasound is easily available everywhere. It's like a screening test പോലായി. അൾട്രാസൗണ്ടിൽ നമുക്ക് അറിയാൻ പറ്റും, PSA we will know. But when there is a family history of prostate cancer, കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. All males in that family. നേരത്തെ വെച്ചാൽ 40 years. At 40 years itself, every year we need to do a PSA. We need to do a digital rectal examination. Mainly വിരൽ കൊണ്ട് പരിശോധിക്കേണ്ടി വരും. And the PSA value നമ്മൾ നോക്കും. എന്തുകൊണ്ട് ഇത് PSA നമ്മൾ റെഗുലറായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ to know the PSA velocity, to know the PSA density. പെട്ടെന്ന് ഇന്ന് PSA 3 ആയിരിക്കുന്നു, അടുത്ത വർഷം നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു 7 ആയി 8 ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ദ നോർമൽ തിങ്. സപ്പോസ് ഒരു 4 ഉള്ളത് ഒരു 4.2 ഇല്ല 4.5 ആവുന്ന ഓക്കെ ആണ്. പക്ഷെ പെട്ടെന്ന് 4 ഒരു 7 ആവുന്നു. ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുമ്പോൾ then we think that it needs more cautious ആയിരിക്കണം, എക്സാമിൻ ചെയ്യണം, എനിടെ MRI. മെയിൻലി ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണല്ലേ? ഫാമിലി ഹിസ്റ്ററി വെരി ഇമ്പോർട്ടൻറ്റ്. ഫാമിലിയൽ ക്യാൻസേഴ്സ് പ്രോസ്റ്റേറ്റിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് തന്നെ അത് വരും എന്നുള്ളതാണോ? അല്ല, അവർക്ക് ഇറ്റ് മേ ബി പ്രോസ്റ്റേറ്റ് വരണമെന്നില്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ അച്ഛന് കൊണ്ടെന്ന് പറഞ്ഞാൽ ചാൻസ്, ഹൈ ചാൻസസ് ദർ. അതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൺസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് ഇപ്പം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ട്, ഇപ്പം പിന്നീടായിട്ട് നമുക്ക് എൻലാർജ്മെന്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലോട്ട് വരുമ്പോൾ നമുക്കിത് മെഡിക്കേഷൻസ് മാത്രം വെച്ചിട്ട് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ സർജിക്കൽ എപ്പോഴാണ് നമുക്ക് സർജറി ആവശ്യമായിട്ട് വരുന്നത്? യെസ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിംറ്റംസ്, റൈറ്റ്? ഞാൻ പറഞ്ഞ ഒരു 7 മെയിൻ സിംറ്റംസ് ഉണ്ട്. അത് ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. സോ എവറി പേഷ്യൻസിൽ നിന്ന് നമ്മൾ വരുന്ന സമയം തന്നെ ഐ വിൽ ബി ആസ്കിങ് വാട്ട് ഇസ് ദ സിവിയറിറ്റി ഓഫ് ദ സിംറ്റംസ്. സോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എത്ര ഫ്രീക്വൻ്റ് ആണ്, അർജൻസി എത്ര അർജൻസി എപ്പിസോഡ്സ് ആ ദിവസത്തിൽ വരുന്നത്. സോ ഇത് ബേസ് ചെയ്ത് വി ഹാവ് എ ക്വസ്റ്റ്യനെയർ, IPSS ക്വസ്റ്റ്യനെയർ എന്ന് പറയും. സോ ഇത് വെച്ച് മൈൽഡ് സിംറ്റം, മോഡറേറ്റ് സിംറ്റംസ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഇന്റർനാഷണൽ പ്രോസ്റ്റേറ്റ് സിംറ്റം സ്കോറിനാണ് പറയുന്നത് IPSS. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നമുക്ക് മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ എന്ന് പറയും. സോ ഈവൻ മൈൽഡ് സിംറ്റംസിൽ ഈവൻ ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കൂല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മെഡിക്കേഷൻസ് കൂടെ ആവശ്യമില്ല. മൈൽഡ് സിംറ്റംസിനെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വഴിയായിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സസൈസുകൾ ഇൻക്ലൂഡഡ് ആണോ? യെസ്, ഡെഫിനറ്റ്ലി. എക്സസൈസ് ഓൾസോ എയറോബിക് എക്സസൈസുകൾ ഉണ്ട് ഇതിന് വേണ്ടി. മെയിൻലി പെൽവിക് ഫ്ലോർ മസിൽസിനെ റിലാക്സ് ചെയ്യുന്ന രീതിയിലും ഉള്ള എക്സസൈസ് ആണ് പറയുന്നത്. ലൈക്ക് മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പം മൈൽഡ് സ്റ്റേജിൽ നമുക്ക് മൈൽഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ first thing is always we will not start the medications at all. Lifestyle modification കൊടുത്ത് we will see whether how he is responding to it. കാരണം മാക്സിമം മെഡിസിന് തള്ളിക്കൊണ്ട് പോവാനേ നോക്കത്തുള്ളൂ, റൈറ്റ്? അതിന്റെ റീസൺസ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ പറയുമായിരിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് മെഡിക്കേഷൻസ്. എല്ലാവരും ആൾക്കാരും പ്രോസ്റ്റേറ്റ് ആരും യൂറോളജിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് സർജറി ഒന്നും പറയാൻ പോകുന്നില്ല. ബേസ്ഡ് അപ്പോൺ ദ സിംറ്റംസ് ബേസ് ചെയ്തിട്ടേ നമ്മൾ അതിന് മുന്നോട്ട് പോകത്തുള്ളൂ. സോ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇറ്റ് വിൽ ബി മെഡിക്കേഷൻസ്. സോ മെഡിക്കേഷൻസിൽ തന്നെ ഓൾമോസ്റ്റ് 80-90% ഓഫ് ദ സിംറ്റംസും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ആസ് ഏർലി ആസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. സോ വി ഹാവ് എ പ്രോസ്റ്റേറ്റ് സൈസ്, ഒരു നല്ല സിംറ്റംസ് ഉണ്ട്. ഈവൻ ഒരു 40-50 cc ഗ്ലാൻഡ് ആണ്, സിംറ്റംസ് അത്രയ്ക്ക് ഇല്ലെങ്കിൽ അഗൈൻ ഐ വിൽ പുട്ട് ഹിം ഓൺ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഓൺലി. ഈവൻ ഐ വിൽ അവോയ്ഡ് മെഡിക്കേഷൻസ്. ഐ വിൽ വെയിറ്റ്, കുറച്ചും കൂടി ഏജ് ആവട്ടെ, ഐ വിൽ വെയിറ്റ്. ഓർ കുറച്ചും കൂടി സിംറ്റംസ് കൂടിയാൽ ദെൻ ഐ വിൽ ബി സ്റ്റാർട്ടിങ് ഹിം ഓൺ മെഡിസിൻസ്. സോ ഏർലി ഡിറ്റക്ഷൻ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? യെസ്, സിംറ്റംസ് വരുമ്പോൾ തന്നെ നേരത്തെ, ഫോർ എക്സാമ്പിൾ ഒരു 40-50 cc ഗ്ലാൻഡ് നല്ല സിംറ്റംസ് ഉണ്ടെങ്കിൽ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഒരു മിനിമം അറ്റ്ലീസ്റ്റ് 6 to 9 months മരുന്ന് കഴിക്കണമെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്, റൈറ്റ്? അങ്ങനെ 6 to 9 months കഴിച്ചാൽ തന്നെ
20% ഓഫ് ദ സൈസേ കുറയത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു Drastic 50 changes വരില്ല. ചേഞ്ചസ് വരത്തില്ല. Okay. എടുത്തതും പെട്ടെന്ന് വീണ്ടും നോർമൽ സൈസ് ആവണമെന്ന് വെച്ചാൽ അങ്ങനെ ആവത്തില്ല. സോ ഇതിന് ഒരു ഡിഫൈൻഡ് ക്രൈറ്റീരിയ, അതായത് ഇത്ര 6 മാസം വരെ കഴിച്ചാൽ മതി, ഇല്ല 9 മാസം വരെ കഴിച്ചാൽ മതി എന്ന് പറയുന്നത് ഇല്ല. ചിലപ്പോൾ 2 വർഷം കഴിക്കുമായിരിക്കും, ചിലപ്പോൾ 3 വർഷം കഴിക്കുമായിരിക്കും. സോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. യെസ്. അപ്പോൾ സാർ പറയുന്നത് വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനും സർജറിയുടെ ആവശ്യം വരുന്നില്ല അല്ലേ? സോ ഇല്ല, ഡെഫിനറ്റ്ലി ആവശ്യം വരത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, മെഡിക്കേഷൻസ് ആൻഡ് ദെൻ ഓൺലി സർജിക്കൽ മാനേജ്മെന്റ് കംസ്. അതിന് ഒരു ഡെഫിനറ്റ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ആർക്കാണ് ചെയ്യുന്നത്? മൂത്രത്ത് കൂടി ബ്ലഡ് പോകുന്നു, ക്ലോട്ട് വന്ന് റിട്ടൻഷൻ വരുന്നു, യൂറിനറി റിട്ടൻഷൻ വന്നതിന് ശേഷം നമ്മൾ മെഡിസിൻ കൊടുത്ത് നോക്കി മാറുന്നില്ല, സോ ട്രയൽ ഫെയിൽ ആവുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ ചെയ്യണം. പിന്നെ ഇതുകൊണ്ട് റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നു എന്നെങ്കിൽ ചെയ്യണം. അല്ല ഈ തടസ്സം കൊണ്ട്, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കൊണ്ട് ചിലപ്പോൾ സ്റ്റോൺ ഫോർമേഷൻ വരാം ബ്ലാഡറിൽ, ഇല്ലെങ്കിൽ ബ്ലാഡറിൽ ഡൈവർട്ടിക്കുലം വരാം. ഇതുപോലത്തെ സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ സർജറി പറയണത്. അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫാക്ടർ പറയുന്നത് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ദർ ഇസ് നോ ഇംപ്രൂവ്മെൻറ്റ്. സോ ഫെഡപ്പ് ആവും ചിലപ്പോൾ. സോ ആ ഒരു സിറ്റുവേഷനിൽ വി ക്യാൻ ഗോ ഫോർ സർജിക്കൽ മാനേജ്മെന്റ്. സോ സാർ ഇപ്പം നേരത്തെ യൂറിനറി ഇൻഫെക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ യൂഷ്വലി യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലും കണ്ടുവരുന്നത് ഫീമെയിൽസിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മെയിൽസിൽ വരുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഒരു റീസൺ ആണോ, ഫാക്ടർ ആണോ? യെസ്, ഷുവർ. പറയുകയാണെങ്കിൽ ഫീമെയിൽസ്, യെസ്, UTI ഈസ് വെരി കോമൺ. വെരി കോമൺ. വെരി കോമൺ ബിക്കോസ് അവരുടെ അനാറ്റമി അങ്ങനെയാണ്. ദ യൂറിത്ര ഇസ് വെരി ഷോർട്ട് ആൻഡ് എവറി ടൈം വെൻ ദ യൂറിൻ കംസ് ഇൻ ദ ഇനീഷ്യൽ പീരീഡ് തൊട്ടടുത്താണ് മലദ്വാരം ഇരിക്കുന്നത്. അപ്പോൾ അതിനോട് അടുത്തുള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഈ 4 സെൻറ്റിമീറ്ററിന് ഈ ബാക്ടീരിയ ക്രോസ് ചെയ്ത് പോകാൻ എളുപ്പമാണ്. പക്ഷേ all urinary tract infection in males are called as complicated. Okay. But in females is uncomplicated cystitis, uncomplicated UTI എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ ഒരു മെയിൽ ചൈൽഡ് ഓർ മെയിൽ പേഷ്യൻസിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് കോംപ്ലിക്കേറ്റഡ്. ഇറ്റ് നീഡ്സ് ടു ബി എവാലുവേറ്റഡ്. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് കളയാൻ പറ്റില്ല. നീഡ്സ് ടു ബി എവാലുവേറ്റഡ്. പ്രോസ്റ്റേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ കിഡ്നിയിലെ സോഴ്സ് ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ സ്റ്റോൺ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും. സോ ഫോർ ഓൾ മെയിൽസ് വിത്ത് UTI നീഡ്സ് ടു ബി എവാലുവേറ്റഡ്. ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. പ്രോസ്റ്റേറ്റ് ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഈ പ്രോസ്റ്റേറ്റിൽ വരുന്ന ഇൻഫെക്ഷൻ ഭയങ്കര നൊട്ടോറിയസാണ്. കാരണം ഈ പ്രോസ്റ്റേറ്റ് ഇസ് ലൈക്ക് എ ഷീൽഡ്, ഇറ്റ് ഹാസ് എ തിക്ക് ക്യാപ്സ്യൂൾ. അതിനകത്ത് ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് ഡോർമെന്റ്. ഇപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ഇറ്റ് റിമെയിൻസ് ഡോർമെന്റ്. ആഫ്റ്റർ സം ടൈം അഗൈൻ വീണ്ടും ഒരു UTI ഇൻ മെയിൽസ് വരുവാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് മസ്റ്റ് ബി പ്രോസ്റ്റേറ്റ്. കാരണം ഓൺലി 4 ആൻറ്റിബയോട്ടിക്സ് ഈ ക്യാപ്സ്യൂളെ ക്രോസ് ചെയ്ത് ബാക്ടീരിയനടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ. സോ എല്ലാവരും അതൊന്ന് കോഷ്യസ് ആയിരിക്കുക. മെയിൽസിൽ ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ must be evaluated. Extensively evaluated. സർ, പിന്നെ ഈ സർജിക്കൽ പ്രൊസീജിയർ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലോട്ട് നമ്മൾ വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം ഒരുപാട് അഡ്വാൻസ് ടെക്നോളജീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ നോർമൽ സർജറിയിൽ ഒരുപാട് ഇപ്പോൾ മിനിമൽ ഇൻവേസീവ്, അത് കീ ഹോൾ സർജറീസ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കേസിൽ അതിന്റെ സർജറി വരുമ്പോഴും നമുക്ക് കീ ഹോൾ സർജറീസ് നമുക്കത് ആപ്ലിക്കബിൾ ആണോ? വേറെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ? പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിൽ ഇപ്പോൾ ഉള്ളതെല്ലാം only endoscopic procedures. Open procedures entirely obsolete. But ചെയ്യാറില്ല. Whatever the size of the gland, if it is a benign prostate enlargement, we have only endoscopic procedures. The gold standard is we have the monopolar TURP എന്ന് പറയുന്ന procedure ഉണ്ട്, bipolar TURP എന്ന് പറയുന്ന procedure ഉണ്ട്. We have laser prostate enucleation. So for a large gland, we prefer a laser enucleation. Okay. These are the and many കുറേ മിനിമൽ ഇൻവേസീവ് ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിംറ്റംസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് എൻലാർജ്മെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ വെദർ പേഷ്യൻ്റ് അതിന് സൂട്ടബിൾ ആണോ എന്ന് നമുക്ക് എവാലുവേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, വി ഹാവ് റീസൂം വാട്ടർ വേപ്പർ തെറപ്പി. വി ഹാവ് ഡൺ ഫോർ അറൌണ്ട് 10 to 20 കേസസ് അറ്റ് അവർ ഹോസ്പിറ്റൽ. ഇതിൽ എല്ലാവരും സക്സസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% സക്സസ് റേറ്റ് കിട്ടുന്നതാണ്. വാട്ട് ഇസ് അഡ്വാൻറ്റേജസ്? ഇറ്റ്സ് എ ഡേ കെയർ പ്രൊസീജിയർ ആണ്. മാക്സിമം പോയ ഒരു ദിവസം കിടക്കേണ്ടി വരും. പ്രൊസീജിയർ സംഭവിച്ചതായിട്ട് അറിയത്തില്ല. ദാറ്റ് ഇസ് അഡ്വാൻറ്റേജസ് വാട്ടർ വേപ്പർ തെറപ്പി. സോ അനസ്തീഷ്യ നമുക്ക് ആവശ്യമില്ല. അനസ്തീഷ്യ വേണം, പക്ഷേ ഒരു മിനിമൽ അനസ്തീഷ്യ മതിയാവും. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഫുൾ ബോഡി അനസ്തെറ്റിക് ആക്കേണ്ട ആവശ്യം. ഫുൾ ബോഡി അനസ്തെറ്റിക് ചെയ്താലും ഒരു ഷോർട്ട് GA ആയിരിക്കും കൊടുക്കുന്നത്. ഹാർഡ്ലി പ്രൊസീജിയർ നമുക്ക് ഒരു 20 minutes to 25 minutes ഫിനിഷ് ആവും. അതായത് when you compare with the conventional one takes around 45 minutes to 1 hour 15 minutes വരെ പോകും. ബട്ട് ഇത് കുറവാണ്. ആൻഡ് ദ സൈസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇസ് ഓൾസോ സ്മോളർ. ബട്ട്
The point is, it is not suitable for all prostate enlargement. Case selection is Yes, important. case selection is more important. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു യങ്ങർ പോപ്പുലേഷൻ ആണ് or suitable. older population with high risk, like heart and മെഡിക്കലി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്. ഫോർ ഡയബറ്റിക് പേഷ്യൻസ് ഡയബറ്റിക് പേഷ്യൻസ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 പേരിൽ 90 പേരെങ്കിലും ഡയബറ്റിക് അതുപോലെ തന്നെ ആയിരിക്കും. സോ ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. അതിന് അതൊരു ഇതുമില്ല. ഇറ്റ് ഇസ് സൂട്ടബിൾ മെയിൻലി ഫോർ യങ് പേഷ്യൻസ് വിത്ത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വിത്ത് സിംറ്റംസ് ആസ് വെൽ ആസ് ഫോർ ഏജ്ഡ് പേഷ്യൻസ് ഹൂ ഹാവ് കാർഡിയാക് ഡിസീസ്, ഒരു വലിയ അനസ്തീഷ്യ താങ്ങിക്കാൻ പറ്റാത്ത ആൾ. അപ്പോൾ അവർക്കെല്ലാം ഇത് ഓൺ ബ്ലഡ് തിന്നേഴ്സ് എസ്പെഷ്യലി ലൈക്ക് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് കഴിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം ദിസ് പ്രൊസീജിയർ മൈറ്റ് ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് അനദർ അഡ്വാൻറ്റേജ് യങ് പേഷ്യൻസ് എന്തിനാ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺവെൻഷണൽ ലേസർ എന്യൂക്ലിയേഷൻ ആണെങ്കിലോ ഇല്ല TURP പറയുന്ന പ്രൊസീജിയർ ചെയ്താലോ 100% നമുക്ക് റിട്രോഗ്രേഡ് എജാക്കുലേഷൻ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അപ്പം ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു ഫിയർ ആണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് സർജറിയോടനുബന്ധിച്ചിട്ട് നമുക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ വീക്ക്നെസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. യെസ്, ബട്ട് ഈ ഇൻഫെർട്ടിലിറ്റി ഈസ് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഹിയർ ബിക്കോസ് വി ആർ ഡീലിംഗ് ഇൻ ദ ഓൾഡ് ഏജ് മെൻ, റൈറ്റ്? സോ ഓൾറെഡി അവർക്ക് ഫാമിലി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. സോ ഇൻഫെർട്ടിലിറ്റി ഈസ് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഹിയർ. മെയിൻലി കൺസേൺ ഇസ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ദി വാട്ട് ഇസ് ദ അതർ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ദാറ്റ് മേ ബി അസോസിയേറ്റഡ്. ഓക്കെ. See, erectile dysfunction, yes, most of the patients വരാം, but that might be an entirely different entity. സോ ഇതിനോടൊപ്പം ചേർന്ന് വരാം, അത് സെപ്പറേറ്റ് ആയിട്ടും വരാം. പക്ഷെ പ്രോസ്റ്റേറ്റ് കൊണ്ടാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരുന്നത് വെച്ചാൽ അങ്ങനെ വരത്തില്ല. പക്ഷെ പ്രോസ്റ്റേറ്റിൻ്റെ മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൈസ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക്, കാരണം വി ആർ ടാർഗറ്റിംഗ് ദ ടെസ്റ്റോസ്ട്രോൺ ബിക്കോസ് ഇറ്റ് ഈസ് ദ കോസ് ഫോർ എൻലാർജ്മെന്റ്, റൈറ്റ്? അപ്പോൾ അത് എടുക്കുമ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന സമയത്ത് യെസ് ദർ മേ ബി സം ലോസ് ഓഫ് ലിബിഡോ മെഡിക്കേഷൻ എടുക്കുമ്പോൾ, ബട്ട് സർജറി കഴിഞ്ഞാൽ എറക്ഷൻ മേ ഇംപ്രൂവ് ഇൻ ദോസ് പേഷ്യൻസ്. ദ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൺവെൻഷണൽ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്താലോ ഇല്ല ഈവൻ മെഡിക്കേഷൻസ് എടുത്താലും ഈ സെമൻ പുറത്തോട്ട് വരത്തില്ല. അതാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ. ബിക്കോസ് ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ബ്ലാഡർ നെക്കിൻ്റെ സ്റ്റാർട്ടിങ് സ്ഥലത്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വരുന്നത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ഓപ്പണിംഗ് അപ്പ് ദി ബ്ലാഡർ നെക്ക്. സോ ഫോർ അറ്റ് ദ ബേസ് ഓഫ് ദ പുറത്ത് വരുന്ന സ്ഥലത്താണ് നമ്മുടെ സെമൻ വരുന്ന ഇജാക്കുലേറ്റ് ഡക്സ് ഇരിക്കുന്നത്, റൈറ്റ്? വെൻ ഇറ്റ് ഹാസ് ടു കം ഔട്ട്, സെമൻ പുറത്ത് വരുവാണെങ്കിൽ ദ ബ്ലാഡർ നെക്ക് ഹാസ് ടു ക്ലോസ്, അതർവൈസ് ദർ ഇസ് നോ പ്രഷർ ടു കം ഔട്ട്, റൈറ്റ്? അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് വിത്ത് ദ മെഡിക്കേഷൻസ് ബ്ലാഡർ നെക്ക് ഇസ് ഓപ്പൺ, സോ ദി സെമൻ ഗോസ് ഇൻസൈഡ് ദ ബ്ലാഡർ ആൻഡ് ദെൻ അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പൊക്കോളും. ബട്ട് അതുകൊണ്ട് വേറെ ദോഷമൊന്നും വരത്തില്ല. പക്ഷേ ദേ നീഡ് ടു ബി അഡ്വൈസ്ഡ് ഓർ ദേ നീഡ് ടു നോ ദിസ് ഇൻഫർമേഷൻ ബിഫോർ ഗോയിങ് ഫോർ എനി പ്രൊസീജിയർ ഓർ ഈവൻ സ്റ്റാർട്ടിംഗ് ഓൺ മെഡിക്കേഷൻസ്. റെസ്യൂം വാട്ടർ തെറാപ്പിയിൽ ഇത് എങ്ങനെയാണ് Resume water vapor therapy 90 to 95% of the time this can be prevented because we usually try to avoid the internal sphincter, so which is needed for this ejaculation. So we will maximum try it, we will inject the water vapor away from the internal sphincters, such that the ejaculation, normal ejaculation is preserved. We try to do that. പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ എല്ലാ ബെനിഫിറ്റ്സോട് കൂടിയുള്ള ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ വരുന്ന ഇന്നോവേഷൻസ് എല്ലാം പ്ലാനിങ് എല്ലാം അതനുസരിച്ചേ വരത്തുള്ളൂ. പക്ഷേ ഇതിൽ നാച്ചുറൽ പ്രോസസ് വഴിയിട്ടാണ് സ്ട്രിങ് ചെയ്യുന്നത്. സോ വി ഡോണ്ട് ഗെറ്റ് എ ടിഷ്യൂ ഫോർ ഡയഗ്നോസിസ്. ബട്ട് ഇൻ കൺവെൻഷണൽ പ്രൊസീജിയേഴ്സ് ലേസർ എന്യൂക്ലിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ വി ഗെറ്റ് ടിഷ്യൂസ് ഫോർ ബയോപ്സി ആൻഡ് സംടൈംസ് ഈവൻ വിത്ത് നോർമൽ PSA വി ഗെറ്റ് ഹിസ്റ്റോളജിക്കൽ സർപ്രൈസ് വിത്ത് ദ ക്യാൻസർ in the biopsy. പക്ഷെ അത് റെസ്യൂം വാട്ടർ തെറാപ്പിയിൽ നമുക്കത് പോസിബിൾ ഇല്ല, റെസ്യൂമിൽ കിട്ടത്തില്ല. ബട്ട് ദാറ്റ്സ് വൈ വി സെലക്ട് പേഷ്യൻസ്. സോ വി സെലക്ട് അക്കോർഡ് സൈസസ് നോക്കണം, ഏജ് ഓഫ് ദ പേഷ്യൻസ് നോക്കും, കോമോർബിഡിറ്റീസ് നോക്കും, എന്നിട്ട് അത് വി വിൽ പ്ലാൻ അക്കോർഡിംഗ് ടു. അപ്പോൾ നമ്മൾ എത്ര വലിയ സൈസ് ആണെങ്കിലും നമുക്ക് റെസ്യൂം വാട്ടർ തെറാപ്പിയിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും? നോ അത് സ്പെസിഫിക് സൈസ് ഉണ്ട്. ഒരു 80 cc താഴെ വേണം, എന്നാലേ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ നോർമൽ സൈസ് ലെമൺ എന്ന് വെച്ചാൽ മാക്സിമം 15 cc കാണത്തുള്ളൂ, റൈറ്റ്? ബട്ട് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓൺലി വെൻ ദ പ്രോസ്റ്റേറ്റ് സൈസ് മോർ ദാൻ 30 cc ആണെങ്കിൽ മാത്രമേ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, റൈറ്റ്? മോർ ദാൻ 30 cc വിത്ത് സിംറ്റംസ്, ഞാൻ പറഞ്ഞ പോലെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. വൺസ് നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇത് നമ്മൾ സ്ട്രിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്യൂം വാട്ടർ തെറാപ്പി ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. യെസ്, ദാറ്റ്സ് വൈ വി കീപ് ദം ഓൺ ഫോളോ അപ്പ്. പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഒരു പേഷ്യൻറ്റ് കണ്ടിട്ട്, ഞാൻ ഒരു 3-4 days ബാക്ക് ഒരു പേഷ്യനെ കണ്ട്. ആ പേഷ്യൻ ഞാൻ ലാസ്റ്റ് ഇയർ ആണ് എന്നെ വന്ന് കണ്ടത്. ലാസ്റ്റ് ഇയർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യു ടേക്ക് ദിസ് മെഡിക്കേഷൻസ് ഫോർ 1 month ആൻഡ് യു ഹാവ് ടു കം ബാക്ക്. പക്ഷേ അവർ എന്താ, പിന്നെ ജസ്റ്റ് ആഫ്റ്റർ 1 year ഹി കെയിം.
അപ്പം ഞാൻ ചോദിച്ചു എന്താ വീണ്ടും സിംറ്റംസ് ഉണ്ട്, അപ്പം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. സാർ അന്ന് 2 മാസം പറഞ്ഞു, അപ്പം ഞാൻ കഴിച്ചപ്പോൾ വ്യത്യാസം Symptom വന്ന് മാറി സ്റ്റോപ്പ് stop ചെയ്ത്. ചെയ്തു. സോ അതാണ് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ എന്തുകൊണ്ട് 1 month or 2 months പറയുന്നത് വെച്ചാൽ ടു നോ, ടു അസസ് എത്ര സിംറ്റംസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യനെയർ നമ്മുടെ മൈൻഡിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനെയറിൽ എത്ര സിംറ്റംസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഈ മെഡിക്കേഷൻസ് മതിയോ, ബിക്കോസ് ദർ ആർ അതർ മെഡിക്കേഷൻസ്. ചിലപ്പോൾ ഇതിൽ വലിയ സിംറ്റംസ് കിട്ടിയില്ലെങ്കിൽ വി വിൽ എക്സ്കലേറ്റ്. അതിലും സിംറ്റംസ് കിട്ടിയില്ലെങ്കിൽ ദെൻ വി മേ അഡ്വൈസ് ഫോർ എ സർജിക്കൽ ഇൻ്റർവെൻഷൻ. സോ പലപ്പോഴും ഫോളോ അപ്പ് കറക്റ്റായിട്ട് വരണം. അപ്പോൾ അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ 1 year കഴിഞ്ഞ് വരുമ്പോൾ ഈവൻ ഗ്രോത്ത് ഇനിയും കൂടിയിട്ടുണ്ടാവാൻ സാധ്യത. അതെ. സോ റെഗുലർ ചെക്കപ്പ് വേണം. So if these symptoms are there, they have to meet the urologist nearby. ഇപ്പോൾ urologist എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് to get the information regarding the prostate enlargement and the treatments. നമ്മൾ പ്രോസ്റ്റേറ്റ് ഇപ്പം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെ ട്രീറ്റ്മെന്റ്സ് ഓപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ സെയിം നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഓപ്ഷൻസിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ പുതിയ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് ഇപ്പോൾ ഫോർ മിനിമൽ അസിസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സി പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഓൾസോ വി സ്റ്റേജ് ദ ഡിസീസ്. ലോ റിസ്ക് ആണോ ഇല്ല ലോ റിസ്ക് അഡ്വാൻസ്ഡ് ആണോ ഇല്ല ഹൈ റിസ്ക് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ക്ലാസിഫിക്കേ ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇഫ് ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ലോ റിസ്ക് ആൻഡ് ഹെൽത്തി പേഷ്യൻസ് യങ് പേഷ്യൻസ് ആണെങ്കിൽ വി ഹാവ് റോബോട്ടിക് procedures. We can do a robotic radical prostatectomy which is minimally invasive and കുറച്ചും കൂടി ബെറ്റർ ഔട്ട്കം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഔട്ട്കം ഇൻ ദ സെൻസ് നമുക്ക് പ്രോസ്റ്റേറ്റ് എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം പേഷ്യൻറ്റിന് വരുന്നത് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നതാണ് പറയുന്നത്, വിച്ച് ഇസ് എ ഹെഡ് ഏക്ക് ഫോർ ദ പേഷ്യൻറ്റ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഡിഫൈൻഡ് ഡിസീസ്, ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഡിഫൈൻഡ് ഡിസീസ്, വെൽ ഡിഫൈൻഡ് ഡിസീസ് കിട്ടുവാണെങ്കിൽ we can do a nerve sparing prostatectomy where the incontinence might be avoided. എന്താണെങ്കിലും ഒരു ട്രാൻസിയന്റ് ഇൻകോണ്ടിനൻസ് ഉണ്ടാവും. യെസ്, റോബോട്ടിക് സർജറി. യെസ്, ഇൻകോണ്ടിനൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മീൻസ് നമുക്ക് യൂറിനേഷൻ അല്ലേ നമ്മുടെ ഫ്രീക്വന്റ് യൂറിനേഷന് ട്രാൻസിയന്റ് ആയിട്ട് എല്ലാ പോസ്റ്റ് റാഡിക്കൽ പ്രോസ്റ്റേക്ടമി ട്രാൻസിയന്റ് ആയിട്ട് ഇൻകോണ്ടിനൻസ് ഉണ്ടാവും. കുറച്ചും കൂടി പ്രെസിഷൻ ബെറ്റർ ആയിരിക്കും ഇത് റോബോട്ടിക്. അത് റിക്കവറി ടൈം ഒക്കെ എങ്ങനെയാണ്? അത് ഹോസ്പിറ്റൽ സ്റ്റേയും റിക്കവറി റോബോട്ടിക് റിക്കവറി ഫേസ് ഇസ് വെരി ഫാസ്റ്റർ, ലെസ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ, പെയിൻ കുറവാണ്, കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഈവൻ സർജൻസിന് നമുക്ക് ബെസ്റ്റ് ആയിരിക്കും നമുക്ക്, ബിക്കോസ് വി നോ നീഡ് ടു സ്ട്രഗിൾ ഇൻസൈഡ് വിത്ത് ലാപ്രോസ്കോപ്പി ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്, ബട്ട് സർജൻ സ്ട്രെയിൻ കുറച്ച് കൂടുതലായിരിക്കും ലാപ്രോസ്കോപ്പിയിൽ. റോബോട്ടിക് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ബെറ്റർ ആൻഡ് പ്രിസിഷൻ ഇസ് ഓൾസോ ഗുഡ്. സോ ഞാൻ പറഞ്ഞ പോലെ സപ്പോസ് ലേറ്റ് സ്റ്റേജിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ട്രീറ്റ്മെന്റ് ഇസ് ഡിഫറെൻറ്റ്. So treatment is different. We cannot do the robotic surgery. No, surgery is only defined for low risk disease and intermediate risk disease when it is confined within the prostate gland, when there is no metastasis. Once metastasis ആയി കഴിഞ്ഞാൽ prostate cancer likes bones very much. So bone metastasis ആയിരിക്കും കൂടുതൽ വരുന്നത്. ചില പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാതെ വരുന്ന പേഷ്യൻസ് ഒക്കെ പാരപ്ലീജിയ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ ലീഷൻസ് ഉണ്ടാവും ബോണിൽ, ദെൻ വി ഡു എ പ്രോസ്റ്റേറ്റ് എക്സാമിനേഷൻ, ഇറ്റ് വിൽ ബി ഹാർഡ് ലൈക്ക് ദാറ്റ്. ആ പേഷ്യൻസിന് നമുക്ക് വി ഹാവ് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ മെഡിക്കൽ കാസ്ട്രേഷൻ ഇസ് അവൈലബിൾ. നേരത്തെ സർജിക്കൽ കാസ്ട്രേഷൻ മാത്രമായിരുന്നു. നമ്മൾ സർജിക്കൽ കാസ്ട്രേഷൻ പറയുമ്പോൾ വി റിമൂവ് ബോത്ത് ദ ടെസ്റ്റിസ്, ദാറ്റ് ഇസ് സർജിക്കൽ കാസ്ട്രേഷൻ. ബേസിക്കലി വാട്ട് ഇസ് ദ പ്ലാൻ ടു cut down the testosterone. So testosterone maximum is produced from the testis. So ഇപ്പോൾ നമുക്കത് ഇഞ്ചെക്ഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ലൂപ്രോളൈഡ് അങ്ങനെ ഒരുപാട് ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. ഡെഗോറിലേക്സ് ആൻഡ് ന്യൂവർ മെഡിക്കേഷൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല വേണ്ട, എല്ലാവർക്കും അത് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇപ്പം മെഡിക്കൽ മാനേജ്മെന്റ് വന്നത്. സോ ഐ ലീവ് ദം ടു ദ മെഡിക്കൽ ഓൺകോളജി. വി ഹാവ് വെരി ഗുഡ് മെഡിക്കൽ ഓൺകോളജി അറ്റ് അവർ ഹോസ്പിറ്റൽ. സോ ഐ വിൽ സെൻഡ് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ടു ദം. ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. സോ നമുക്ക് പ്രോസ്റ്റേറ്റ് ഹെൽത്തിനെ കുറിച്ചിട്ട് പബ്ലിക്കിന് ഒരു അവെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് എന്ന പോലെ സാർ എന്താണ് പറയാനുള്ളത്? യെസ്, ഓൾ മെയിൽസ് ആഫ്റ്റർ 40 or 50 മാത്രമല്ല, യങ്ങിൽ തന്നെ തുടങ്ങണം. ബി ആക്റ്റീവ്, ഗോ ഫോർ എയറോബിക് എക്സസൈസ്, ഹീറ്റ് ഹെൽത്തി, eat fresh vegetables and fruits, and especially with ചുമന്ന തൊലിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. ലൈക്ക് ക്രാൻബെറി, ആപ്പിൾ, പ്ലം, ഇതൊക്കെ. ഈവൻ ടൊമാറ്റോസ് ഇസ് ബാഡ് ഫോർ സ്റ്റോൺ, ഇറ്റ്സ് ഗുഡ് ഫോർ പ്രോസ്റ്റേറ്റ്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഇസ് ഓൾവേസ് റിസ്കി. സോ ബി ആക്റ്റീവ്, go do exercise, either gym or something, but aerobic exercise which I prefer, and maximum pelvic floor exercise നല്ലതാണ്. And sedentary lifestyle അവോയ്ഡ് ചെയ്യുക.
ആൻഡ് ഫാറ്റ് റിച്ച് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. സോ ഈറ്റ് ഹെൽത്തി ആൻഡ് കീപ് യുവർ പ്രോസ്റ്റേറ്റ് ഹെൽത്തി. Thank you, Dr. Naveen, for clarifying the important and more sensitive subjects to all of us. So, ഒരുപാട് പേരുടെ ഡൗട്ട്സും അവരുടെ ക്യൂരിയോസിറ്റി എല്ലാം സാർ ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So, thank you so much for being part of our podcast. താങ്ക് യു.